പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. സംസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ 4 ലക്ഷം കടന്നു. ഈ മാസം പദ്ധതി ആരംഭിക്കും. തിരുവനന്തപുരം 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ വയോജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേരളത്തിൽ മികച്ച പ്രതികരണം. സംസ്ഥാനത്ത് 4 ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഉപയോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും. നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകും. 202 സർക്കാർ ആശുപത്രികളും 386 സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിലെ 26 ലക്ഷം വയോധികർക്കാണ് ലഭിക്കുക. 70 വയസ്സ് കഴിഞ്ഞവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് കേന്ദ്രം എണ്ണം നിശ്ചയിച്ചത്. ഇത്രയും പേരുടെ ചികിത്സാ ചെലവിൽ 60% കേന്ദ്രവും 40% കേരളവും വഹിക്കും. സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ 70 കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നതാണ് പ്രധാന സവിശേഷത. അതിനിടെ ആയുഷ്മാൻ പദ്ധതിക്കെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരളം പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും മറ്റുമുള്ള പ്രചരണം തെറ്റാണെന്നും തമിഴ്നാട് പോലെ സംസ്ഥാനതല ഇൻഷുറൻസ് പദ്ധതികളുടെ പല സംസ്ഥാനങ്ങളും ആയുഷ്മാൻ ഭാരതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ കേരളത്തെക്കാൾ പിന്നിലാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. 70 കഴിഞ്ഞവരുടെ രജിസ്ട്രേഷൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ www.beneficiary.nha.gov.in ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ നടപടികളുടെ ഭാഗമായി ആധാറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ പദ്ധതികൾക്ക് അംഗീകാരം. പദ്ധതി പ്രഖ്യാപിക്കലല്ല നടപ്പാക്കലാണ് പ്രധാനം. ജോർജ് കുര്യൻ, തിരുവനന്തപുരം. പദ്ധതികൾ പ്രഖ്യാപിക്കലല്ല നടപ്പിലാക്കുകയാണ് പ്രധാനമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിന്റെ തീരക്കടലിൽ സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃത്രിമ പാരുകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതി വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലടക്കം നിരവധി പദ്ധതികളും ഫണ്ടും ഉണ്ടെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യമനുസരിച്ച് മാത്രമേ പദ്ധതികൾക്ക് അനുമതി നൽകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ പാരുകളുടെ കാര്യത്തിൽ സംസ്ഥാനം മുന്നിലാണ്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ പ്രയോജനം ട്രോളിംഗ് നിരോധന സമയത്ത് ലഭിക്കും. പദ്ധതിയുടെ 100% കേന്ദ്ര സഹായമാണ്. എല്ലാ ഫിഷിംഗ് ബോട്ടുകളിലും ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടു കഴിഞ്ഞു. ISROയുടെ സാറ്റലൈറ്റിലൂടെ പ്രവർത്തിക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ വഴി മത്സ്യക്കൂട്ടം എവിടെയെന്ന് അറിയാനും ഉൾക്കടലിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കുടുംബവുമായി ബന്ധപ്പെടാനുമാകും. അപകടമുണ്ടായാൽ കരയിൽ അറിയിച്ച് അതിവേഗം രക്ഷാപ്രവർത്തനം നടത്താം. മാത്രമല്ല രാജ്യത്തെ ബോട്ടുകളുടെ സുരക്ഷാ പ്രശ്നത്തിനും പരിഹാരമാകും. ഡ്രോണുകൾ മത്സ്യമേഖലയിൽ ഉപയോഗിക്കാനുള്ള പഠനം നടക്കുകയാണ്. ആകാശത്തിലൂടെ പറന്നു മാത്രമല്ല വെള്ളത്തിലേക്ക് പോയി മീനുകളുടെ കൂട്ടത്തെ കണ്ടെത്താനും കരയിലേക്ക് എത്തിക്കാനുമുള്ള റോബോട്ടുകളുടെ പരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ 100 മത്സ്യഗ്രാമങ്ങളിൽ 6 കേരളത്തിലാണെന്നും 2 കോടി വീതം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് സംസ്ഥാനത്ത് നിന്നും കൂടുതൽ ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ഹാർബർ വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ, വിഴിഞ്ഞം ഇടവക വികാരി ഡോക്ടർ നിക്കോളസ് ടി, വിഴിഞ്ഞം തെക്കുഭാഗം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, BJP മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് GJ രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിൽവർ പൊമ്പാനോ ഇനത്തിൽപ്പെട്ട 22,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കടലിൽ നിക്ഷേപിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്നും നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് NFDB മുഖാന്തരം 3 കോടി രൂപയിൽ പൊമ്പാനോ, കോബിയ തുടങ്ങിയ 10 ലക്ഷം മത്സ്യവിത്തുകളാണ് നിക്ഷേപിക്കുന്നത്. 8 മുതൽ 10 ഗ്രാം വരെ വളർച്ചയെത്തിയ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പദ്ധതി പ്രകാരം നിക്ഷേപിക്കുക. ഇവ 8 കിലോ വരെ വളരും. ഭാരതത്തിന്റെ കരുത്തായി LRAC മിസൈൽ.
ന്യൂഡൽഹി. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് പുത്തൻ കരുത്തായി LRLAC മിസൈൽ. DRDOയുടെ മേൽനോട്ടത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ LRLACM പരീക്ഷണ വിക്ഷേപണം ഒഡീഷ തീരത്ത് വിജയകരമായി പൂർത്തിയാക്കി. ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ചൊവ്വാഴ്ചയായിരുന്നു വിക്ഷേപണം. മൊബൈൽ ആർട്ടിക്കുലേറ്റഡ് ലോഞ്ചറിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. പരീക്ഷണം വിജയമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രതീക്ഷിച്ച പോലെ എല്ലാ ഉപസംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു. പ്രാഥമിക ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റി. ഗതി നിയന്ത്രണ സംവിധാനത്തിന്റെ സഹായത്തോടെ മിസൈൽ അതിന്റെ പാതയിൽ തുടർന്നു. വ്യത്യസ്ത ഉയരത്തിലും വേഗതയിലും മിസൈൽ ലക്ഷ്യം കൈവരിച്ചു. മന്ത്രാലയം കൂട്ടിച്ചേർത്തു. റഡാർ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം, ടെലിമെട്രി തുടങ്ങി വിവിധ റേഞ്ച് സെൻസറുകളിലൂടെ മിസൈലിന്റെ പ്രകടനം നിരീക്ഷിച്ചു. വിപുലവും അത്യാധുനികവുമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറുകളുമാണ് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യസ്ത വേഗതയിലും ഉയരങ്ങളിലും സഞ്ചരിക്കുമ്പോഴുള്ള മിസൈലിന്റെ പ്രവർത്തനക്ഷമത അളന്നതായി DRDOയും വ്യക്തമാക്കി. DRDOയുടെ സഹകരണത്തോടെ ബാംഗ്ലൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച മിസൈലാണ് LRLAC. ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ബാംഗ്ലൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയെയും മിസൈൽ നിർമ്മാണത്തിൽ പങ്കാളികളായി. വിവിധ ഇടങ്ങളിലെ DRDO ലബോറട്ടറികളിൽ നിന്നുള്ള മുതിർന്ന ശാസ്ത്രജ്ഞരും മറ്റ് പ്രതിനിധികളും മിസൈൽ നിർമ്മാണ സമയത്ത് വിശദമായ പരിശോധനകൾ നടത്തി. ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കാൻ കെൽപ്പുള്ളവയാണ് LRLAC മിസൈൽ. ലക്ഷ്യസ്ഥാനത്തിന്റെ കിലോമീറ്ററുകൾ ദൂരത്തു നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും. മിസൈൽ പരീക്ഷണ വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ DRDOയെയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഭാവിയിൽ തദ്ദേശീയമായി ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് LRLAC മിസൈലുകൾ വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം, 33 ഭീകരർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ട്. ഹിസ്ബുള്ള ഭീകരരുടെ ശക്തി കേന്ദ്രമായ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 33 ഭീകരർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു പിടിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം. ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ 15 പേരെങ്കിലും മരിച്ചിരിക്കാമെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തതായും ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ NNA പറഞ്ഞു. ഹനുലിലെ അഭയകേന്ദ്രമായ സ്കൂളുകൾ വളഞ്ഞ സൈനിക ടാങ്കുകൾ ഇവിടെയുള്ളവരോട് ഗാസ സിറ്റിയിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെട്ടു. മറ്റു സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വഴിയാണ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്നത്. ദെയ്ർ അൽ ബലാഹിലെ കഫറ്റേറിയയിലും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 14 പേർ കൊല്ലപ്പെട്ടു. ജബാലിയയിൽ കഴിഞ്ഞ ദിവസം 4 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. പമ്പയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ നടപ്പന്തലുകൾ. ശബരിമല. ഭക്തർക്ക് വിശ്രമിക്കാൻ പമ്പയിൽ കൂടുതൽ നടപ്പന്തലുകൾ ഉയർത്തുന്നതോടെ മണൽപ്പരപ്പിന്റെ മുഖം ആകെ മാറി. ത്രിവേണി പാലത്തിലൂടെ പമ്പയിലേക്ക് ഇറങ്ങിയാൽ ആദ്യം ജർമ്മൻ പന്തലാണ്. 3000-ഓളം പേർക്ക് ഇവിടെ വിശ്രമിക്കാം. ആധുനിക സാങ്കേതികതയിൽ നിർമ്മിച്ച പന്തലിനുള്ളിൽ അധികം ചൂടുണ്ടാവില്ല. പന്തലിന്റെ തറ ഒരുക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. പഴയ രാമമൂർത്തി മണ്ഡപം ഭാഗത്ത് നിർമ്മിച്ച പന്തൽ എപ്പോൾ വേണമെങ്കിലും അഴിച്ചുമാറ്റാം, വീണ്ടും സ്ഥാപിക്കാം. നിലയ്ക്കൽ KSRTC സ്റ്റാൻഡിനു മുൻപിലും ജർമ്മൻ പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ 3 പുതിയ നടപ്പന്തലുകളുടെ നിർമ്മാണം പൂർത്തിയായി. നിലവിൽ 3 എണ്ണമുണ്ട്. ഒന്നിൽ 400-ലധികം ആളുകളെ ഉൾക്കൊള്ളും. മേൽക്കൂര ഓടുപാകി നടപ്പന്തൽ ഇല്ലാത്ത ഭാഗങ്ങളിൽ പഗോഡ മാതൃകയിൽ കൂരപന്തൽ ഒരുക്കും. മരാമത്ത് വിഭാഗമാണ് പണികൾ നടത്തുന്നത്. അണ്ടർ-19 ക്രിക്കറ്റ്. ബീഹാർ 329 പുറത്ത്. തോമസ് മാത്യുവിന് 4 വിക്കറ്റ്. തിരുവനന്തപുരം. കുച്ച് ബെഹാർ അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ബീഹാർ 329 റൺസിന് പുറത്ത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബീഹാറിന് തകർച്ചയോടെയായിരുന്നു തുടക്കം. സ്കോർ ബോർഡിൽ റൺസ് കൂട്ടിച്ചേർക്കും മുൻപ് 2 വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് കളത്തിലിറങ്ങിയ ദീപേഷ് ഗുപ്തയുടെ 61 അർദ്ധ സെഞ്ചുറിയും പൃഥ്വിരാജിന്റെ 163 സെഞ്ചുറിയുമാണ് ബീഹാറിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. തോമസ് മാത്യുവിന്റെയും അഭിരാമിന്റെയും ബോളിംഗ് മികവിലാണ് ബീഹാറിനെ ആദ്യ ദിനം തന്നെ കേരളം പുറത്താക്കിയത്. തോമസ് മാത്യു 17 ഓവറിൽ 53
റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി. അഭിരാം 3 വിക്കറ്റും മുഹമ്മദ് ഇനാൻ 2 വിക്കറ്റും ആദിത്യ ബൈജു 1 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 22 റൺസ് എടുത്തിട്ടുണ്ട്. അഹമ്മദ് ഖാനും 15, അക്ഷയ് എസുമാണ് 7 ക്രീസിൽ. സ്കോർ ബോർഡിൽ റൺസ് കൂട്ടിച്ചേർക്കും മുൻപേ ബീഹാറിന്റെ 2 വിക്കറ്റുകൾ കേരളം വീഴ്ത്തി. ഓപ്പണർ ആദിത്യ സിൻഹയെ 0. ആദ്യ ഓവറിൽ തന്നെ അഭിരാം ക്ലീൻ ബൗൾഡാക്കിയപ്പോൾ ശശ്വത് ഗിരിയെ 0. ആദിത്യ ബൈജുവും പുറത്താക്കി. സ്കോർ മുന്നിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ MD അലാമിന്റെ 0 വിക്കറ്റും അഭിരാം വീഴ്ത്തി. കേരളത്തിന് മേൽക്കെ നൽകി. എന്നാൽ ദീപേഷ് ഗുപ്ത പൃഥ്വിരാജ് സഖ്യം ബീഹാറിന്റെ സ്കോർ ഉയർത്തുകയായിരുന്നു. 4-മനായി ഇറങ്ങിയ ദീപേഷ് അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കിയപ്പോൾ പൃഥ്വിരാജ് സെഞ്ചുറിയും നേടി. 61 റൺസ് എടുത്ത ദീപേഷിനെ സ്കോർ 153-ലെത്തിയപ്പോൾ തോമസ് മാത്യു പുറത്താക്കി. ക്രീസിൽ നിലയുറപ്പിച്ച പൃഥ്വിയുടെ സെഞ്ചുറി മികവിലാണ് ബീഹാർ സ്കോർ 300 കടത്തിയത്. 176 പന്ത് നേരിട്ട പൃഥ്വി 163 റൺസ് എടുത്തു. 20 ഫോറും 1 സിക്സും ഉൾപ്പെടുന്നതായിരുന്നു ഇന്നിംഗ്സ്. സ്കോർ 299-ൽ എത്തിയപ്പോൾ തോമസ് മാത്യുവിന്റെ പന്തിൽ അഹമ്മദ് ഇമ്രാൻ ക്യാച്ചെടുത്താണ് പൃഥ്വിയെ പുറത്താക്കിയത്. ബീഹാറിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 താരങ്ങളാണ് കേരളത്തിന്റെ ബൌളിംഗിന് മുൻപിൽ 0-ന് പുറത്തായത്. 10-മനായി ഇറങ്ങിയ വാസുദേവ് പ്രസാദിനെ അക്ഷയുടെ കൈകളിലെത്തിച്ച് തോമസ് മാത്യുവാണ് ബീഹാറിന്റെ ആദ്യ ഇന്നിംഗ്സ് 329-ന് അവസാനിപ്പിച്ചത്. സെഞ്ചുറി നേടിയ പൃഥ്വിരാജാണ് ബീഹാറിന്റെ ടോപ്പ് സ്കോറർ. കേരളത്തിനു വേണ്ടി 10 ഓവറിൽ 32 റൺസ് വഴങ്ങിയ അഭിരാം 3 വിക്കറ്റും മുഹമ്മദ് ഇനാൻ 2 വിക്കറ്റും ആദിത്യ ബൈജു 1 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 22 റൺസ് എടുത്തിട്ടുണ്ട്. അഹമ്മദ് ഖാനും 15, അക്ഷയ് എസുമാണ് 7 ക്രീസിൽ. ഹരിയാനയ്ക്കെതിരെ കേരളം 2-ന് 138. രോഹൻ കുന്നുമ്മലിനും അക്ഷയ് ചന്ദ്രനും അർദ്ധ സെഞ്ചുറി. ലഹ്ലി ഹരിയാനയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് 2 വിക്കറ്റ് നഷ്ടത്തിൽ 138 റൺസ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിനായി രോഹൻ കുന്നുമ്മലും 55, അക്ഷയ് ചന്ദ്രനും 51 അർദ്ധ സെഞ്ചുറി നേടി. മോശം കാലാവസ്ഥയെ തുടർന്ന് വൈകി ആരംഭിച്ച കളിയിൽ കേരളത്തിന് അക്കൗണ്ട് തുറക്കും മുൻപേ ഓപ്പണർ ബാബ അപരാജിത്തിനെ നഷ്ടമായി. അൻഷുൽ കംബോജിന്റെ പന്തിൽ കപിൽ ഹൂഡ ക്യാച്ചെടുത്താണ് പുറത്തായത്. തുടർന്ന് അക്ഷയ് ചന്ദ്രൻ രോഹൻ കുന്നുമ്മൽ കൂട്ടുകെട്ടാണ് കേരളത്തിന്റെ സ്കോർ 100 കടത്തിയത്. ഇരുവരും തമ്മിലുള്ള സഖ്യം 198 പന്തിൽ നിന്ന് 91 റൺസ് നേടി. 102 പന്തിൽ നിന്ന് 6 ഫോർ ഉൾപ്പെടെ 55 റൺസ് നേടിയ രോഹനെ ക്യാപ്റ്റൻ അൻകിത് കുമാറിന്റെ കൈകളിലെത്തിച്ച് അൻഷുൽ കംബോജാണ് പുറത്താക്കിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കളി നിർത്തുമ്പോൾ 160 പന്തിൽ നിന്ന് 51 റൺസുമായി അക്ഷയ് ചന്ദ്രനും 24 റൺസുമായി സച്ചിൻ ബേബിയും ക്രീസിലുണ്ട്. രഞ്ജിയിൽ കേരളത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന നേട്ടവും സച്ചിൻ ബേബിക്ക് സ്വന്തമായി. സഹതാരം രോഹൻ പ്രേമിന്റെ 5396 റൺസ് മറികടന്നാണ് സച്ചിൻ ബേബി ഈ നേട്ടം സ്വന്തമാക്കിയത്. 13 ഓവറിൽ 25 റൺസ് വഴങ്ങിയാണ് അൻഷുൽ കേരളത്തിന്റെ 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. വത്സൻ ഗോവിന്ദ്, ആദിത്യ സർവദെ, KM ആസിഫ് എന്നിവർക്ക് പകരം ഷോൺ റോജർ, NP ബേസിൽ, നിതീഷ് MD എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയാണ് കേരളം കളിക്കാൻ ഇറങ്ങിയത്. ഗ്രൂപ്പ് സിയിൽ ഹരിയാന 1-മതും കേരളം 2-മതും സ്ഥാനത്തുമാണ്. ഇരു ടീമും 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും 2 സമനിലയും നേടിയിട്ടുണ്ട്. ഹരിയാനയ്ക്കും 19 പോയിന്റും കേരളത്തിന് 15 പോയിന്റും. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ട്. ട്രോഫിയിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി. രഞ്ജിയിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡാണ് സച്ചിൻ ബേബി സ്വന്തം പേരിലാക്കിയത്. ഹരിയാനയ്ക്കെതിരെ ലാഖ്ലിയിലാണ് താരം ഈ സുപ്രധാന നേട്ടം സ്വന്തമാക്കിയത്. 99 മത്സരങ്ങളിൽ നിന്ന് 5396 റൺസ് നേടിയ മുൻ കേരള ഓപ്പണർ രോഹൻ പ്രേമിന്റെ റെക്കോർഡാണ് 35-കാരനായ സച്ചിൻ മറികടന്നത്. 15 റൺസ് നേടിയപ്പോഴേ താരം റെക്കോർഡ് പിന്നിട്ട് കഴിഞ്ഞ ആഴ്ച തുമ്പയിൽ ഉത്തർപ്രദേശിനെതിരെ
തിളങ്ങിയ സച്ചിൻ ബേബി 83 റൺസ് എടുത്തിരുന്നു. 22-23 സീസണിന് ശേഷം 25 ഇന്നിംഗ്സുകളിൽ നിന്ന് 77-ലധികം ശരാശരിയിൽ 1660 റൺസ് നേടിയ താരം കേരളത്തിന്റെ ഏറ്റവും സ്ഥിരതയാർന്ന ബാറ്റർമാരിൽ ഒരാളാണ്. 7 സെഞ്ചുറികളും ഈ കാലയളവിൽ താരം നേടി. എല്ലാ ഫോർമാറ്റുകളിലും ടോപ്പ് സ്കോറിൽ 2009-10 സീസണിൽ കേരളത്തിൽ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ ബേബി നിലവിൽ 3 ഫോർമാറ്റുകളിലും സംസ്ഥാനത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ്.